Let's go to 65 kilometers cycle ride. Yes, that's it. Okay, let's go. Oh my god. ഇന്നത്തെ യാത്ര ഒരു ചെറിയ ഐഡിയയിൽ നിന്നാണ് തുടങ്ങിയത്. ബോർഡോയിൽ നിന്ന് ദ്വന്ദ്പില വരെ സൈക്കിളിൽ പോകാമെന്ന് വിചാരിച്ചു. ഗൂഗിൾ മാപ്പ് തുറന്നപ്പോൾ ഡിസ്റ്റൻസ് കണ്ടു, ഏകദേശം 65 കിലോമീറ്റർ. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ യഥാർത്ഥ ലോങ് ഡിസ്റ്റൻസ് സൈക്കിൾ റൈഡ്. സത്യമായി പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ കാണുന്നതിനേക്കാൾ ജേണി എങ്ങനെയായിരിക്കും എന്നതായിരുന്നു എന്റെ ക്യൂരിയോസിറ്റി. കാരണം പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, പക്ഷെ ചില യാത്രകൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നതല്ല, ഒരു അനുഭവത്തിലേക്ക് പോകുന്നതാണ്. ദ്വന്ദ്പില എന്ന സ്ഥലത്തെക്കുറിച്ച് ആദ്യം കുറച്ച് പറയാം. ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ സാൻഡ് ഡ്യൂൺ ആണ്, അറ്റ്ലാന്റിക് ഓഷ്യന്റെ തീരത്ത്. ഏകദേശം 100 മീറ്ററിലധികം ഉയരമുള്ള ഒരു മണൽമല. ആദ്യമായി കാണുന്നവർക്ക് ഇത് ഒരു ഡെസേർട്ടിൽ നിന്ന് എടുത്ത് ഇവിടെ വെച്ചതാണോ എന്ന് പോലും തോന്നാം. പക്ഷെ ഇതിന്റെ കഥ അതിലും ഇൻട്രസ്റ്റിംഗ് ആണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി കടലിൽ നിന്ന് കാറ്റുമണൽ കരയിലേക്ക് കൊണ്ടുവന്നു. ഓരോ ദിവസവും വളരെ ചെറിയ അളവിൽ, കണ്ണിൽ പോലും പെടാത്ത അളവിൽ. പക്ഷെ പ്രകൃതിക്ക് ആക്രാന്തമില്ല. അത് തന്റെ ജോലി തുടർന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നു, നൂറ്റാണ്ടുകൾ കടന്നു, ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നു. അവസാനം ഇന്നത്തെ ദ്വന്ദ്പില രൂപപ്പെട്ടു. ഇന്നും അത് വളരുകയും മാറുകയും ചെയ്യുന്നു. ഇന്നും അത് കുറച്ചു മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് ലൈഫിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. കാരണം നമ്മളും പലപ്പോഴും റിസൾട്ട് മാത്രം നോക്കുന്നു. പക്ഷെ ജീവിതം റിസൾട്ട് കൊണ്ടുണ്ടാകുന്നതല്ല, സ്മോൾ ആക്ഷൻസ് കൊണ്ടാണ്. ഒരു വർക്കൗട്ട്, ഒരു പുസ്തകത്തിന്റെ ഒരു പേജ്, ഒരു ഫോൺ കോൾ, ഒരു ഗുഡ് ഡിസിഷൻ, ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ, ഒരു ദിവസത്തെ എഫേർട്ട്. അവ ഓരോന്നും ചെറിയ മണൽത്തരികൾ പോലെയാണ്. ആ സമയത്ത് അതിന് വലിയ വാല്യൂ തോന്നില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് നമ്മുടെ ജീവിതം നിർമ്മിച്ചതെന്ന് മനസ്സിലാകും. സൈക്കിൾ റൈഡ് തുടങ്ങുമ്പോൾ ബോർഡോ നഗരം പിന്നിലായി. റോഡ് മാറാൻ തുടങ്ങി, ബിൽഡിംഗ്സ് കുറയാൻ തുടങ്ങി, നേച്ചർ കൂടുതലായി. ഒരു കാര്യം ഞാൻ ഫ്രാൻസിൽ വന്നപ്പോൾ വളരെ അഡ്മയർ ചെയ്തതാണ് ഇവിടുത്തെ സൈക്ലിംഗ് കൾച്ചർ. സൈക്കിൾ ഇവിടെ ഒരു ഹോബി മാത്രമല്ല, ട്രാൻസ്പോർട്ടേഷൻ ആണ്, ലൈഫ് സ്റ്റൈൽ ആണ്. ചില ആളുകൾക്ക് അത് ഫ്രീഡം ആണ്. നിങ്ങൾ ഇവിടെ സൈക്കിൾ പാത്ത് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കാണാം. അവ വെറും പെയിന്റ് ചെയ്ത ലൈൻസ് അല്ല, പല സ്ഥലങ്ങളിലും ഡെഡിക്കേറ്റഡ് റോഡ്സ് ആണ്. 100 കണക്കിന് കിലോമീറ്ററുകൾ സൈക്കിൾ ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്ക്. അതുകൊണ്ടാണ് കുട്ടികളും പാരന്റ്സും സീനിയർ സിറ്റിസൺസും അത്ലറ്റ്സും എല്ലാവരും സൈക്കിൾ ചെയ്യുന്നത്. ചില രാജ്യങ്ങളിൽ സൈക്കിൾ റൈഡ് ഒരു അഡ്വഞ്ചർ ആണ്. ഇവിടെ പലപ്പോഴും അത് നോർമൽ ലൈഫാണ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഒരു സമൂഹം റോഡ് ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ പ്രയോറിറ്റീസ് കാണിക്കും. എല്ലാം കാശിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്താൽ ആളുകൾ ഡ്രൈവ് ചെയ്യും. പക്ഷേ സൈക്കിൾ പാത്സ് ഉണ്ടായാൽ ആളുകൾ മൂവ് ചെയ്യും. അവർ പുറത്തേക്ക് ഇറങ്ങും. അവർ കൂടുതൽ ആക്റ്റീവ് ആകും. ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. കമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യും. പലപ്പോഴും ടെക്നോളജി നമ്മളെ കണക്ട് ചെയ്തു എന്ന് പറയാറുണ്ട്. പക്ഷെ ചിലപ്പോൾ ടെക്നോളജി നമ്മളെ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ AC ഇട്ട് മ്യൂസിക്കും കേട്ട് നമ്മൾ ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ട് അവസാനം ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴായിരിക്കും അവിടെ എത്തിയെന്ന് തന്നെ അറിയുന്നത്. പക്ഷെ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എൻവയോൺമെന്റിന്റെ ഭാഗമാകുന്നു. കാറ്റ് നേരിട്ട് അനുഭവിക്കും. മഴ വന്നാൽ അറിയും, വെയിൽ കൂടിയാൽ അറിയും, മണ്ണിന്റെ മണം അറിയും, പക്ഷികളുടെ ശബ്ദം കേൾക്കും. ഒരു ഗ്രാമം കടന്നു പോകുമ്പോൾ അതിന്റെ ക്യാരക്ടർ മനസ്സിലാകും. ട്രാവൽ എന്നത് എനിക്ക് അതാണ്. ഒരു സ്ഥലത്തെത്തുന്നത് മാത്രമല്ല, അത് അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ട്രാവൽ പോലും ഒരു ചെക്ക് ലിസ്റ്റ് ആയി മാറിയിട്ടുണ്ട്. ഈ സ്ഥലം കണ്ടോ, ആ ഫോട്ടോ എടുത്തോ, ആ റെസ്റ്റോറന്റിൽ പോയോ, ആ റീൽ ഉണ്ടാക്കിയോ. പക്ഷെ ചിലപ്പോൾ ബെസ്റ്റ് മൊമെന്റ്സ് ക്യാമറയിൽ പോലും ഉണ്ടാകില്ല. അവ മനസ്സിൽ മാത്രമേ ഉണ്ടാകൂ. ഈ റൈഡിൽ പല സ്ഥലങ്ങളിലും ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. കാരണം ചില മൊമെന്റ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയല്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് അറിയാമോ? സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ മൈൻഡ് സ്പീഡ് കുറയുന്നു. ബോഡി സ്ലോ ആവുന്നതല്ല, ബോഡി വർക്ക് ചെയ്യുകയാണ്. പക്ഷെ മൈൻഡ് സ്ലോ ആകുന്നു. ആദ്യ മണിക്കൂർ നിങ്ങൾ സ്കെഡ്യൂളിനെ കുറിച്ച് ചിന്തിക്കും, വർക്കിനെ കുറിച്ച് ചിന്തിക്കും, പ്രോബ്ലംസിനെ കുറിച്ച് ചിന്തിക്കും. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞാൽ മൈൻഡ് കാം ആകാൻ തുടങ്ങും. റോഡ് മാത്രം ബാക്കി, പെഡൽ മാത്രം ബാക്കി, ബ്രീത്തിങ് മാത്രം ബാക്കി. അപ്പോൾ മനസ്സിലാകും നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ല, നോയ്സ് ആണ്. നമ്മൾ ദിവസവും അബ്സോർബ് ചെയ്യുന്ന ഇൻഫർമേഷന്റെ നോയ്സ്, നോട്ടിഫിക്കേഷൻ, ന്യൂസ്, മെസ്സേജസ്, എക്സ്പെക്ടേഷൻസ്, കമ്പാരിസൺ, ഇവയൊക്കെ. നേച്ചുറൽ മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ ആ നോയ്സ് പതുക്കെ ഡിസപ്പിയർ ചെയ്യും. അതുകൊണ്ടാണ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് ഒരു യുണീക് പവർ ഉള്ളത്. അത് ഫിറ്റ്നസ് മാത്രമല്ല, മെന്റൽ ഹെൽത്ത് കൂടിയാണ്. ഇന്ന് പല ആളുകളും ഫ്രീഡം അന്വേഷിക്കുന്നു. പക്ഷേ ഫ്രീഡം എന്താണ്? കൂടുതൽ മണിയാണോ? കൂടുതൽ ഫോളോവേഴ്സ് ആണോ? കൂടുതൽ സക്സസ് ആണോ? എനിക്ക് തോന്നുന്നത് ഫ്രീഡം അതിലും സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് പോകാൻ കഴിയുക, സ്വന്തം പേസിൽ പോകാൻ കഴിയുക, ഒരു ദിവസം ഫോൺ മാറ്റിവെച്ച് റോഡിൽ ഇറങ്ങാൻ കഴിയുക. അതാണ് ഫ്രീഡം. ഈ റൈഡിൽ എനിക്കൊരു വലിയ റിയലൈസേഷൻ ഉണ്ടായി. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴാണ് സന്തോഷം കിട്ടുന്നതെന്ന് കരുതുന്നു. പക്ഷെ യഥാർത്ഥ സന്തോഷം പലപ്പോഴും യാത്രയിൽ തന്നെയായിരിക്കും. കാരണം ഡെസ്റ്റിനേഷൻ ഒരു മൊമെന്റ് ആണ്, ജേർണി ഒരു എക്സ്പീരിയൻസും. ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ചിലവഴിക്കുന്നത്, പക്ഷെ ബാക്കിയെല്ലാം ജേർണിയിലാണുള്ളത്. ജീവിതവും അതുപോലെയാണ്. ഗ്രാജുവേഷൻ ഒരു ദിവസം, വെഡ്ഡിംഗ് ഒരു ദിവസം, പ്രമോഷൻ ഒരു ദിവസം, കോമ്പറ്റീഷൻ ഒരു ദിവസം. പക്ഷെ അതിലേക്ക് എത്താനെടുത്ത യാത്രയാണ് ജീവിതത്തിലെ വലിയ ഭാഗം.
റൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ ഗൂഗിൾ മാപ്സ് പറഞ്ഞ വഴിക്ക് പകരം ഞാൻ വേറൊരു റോഡ് എടുത്തു. റീസൺ ഹോണസ്റ്റ്ലി അത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയി തോന്നി. ലേക്കിന്റെ സൈഡിലൂടെ പോകുന്ന റോഡ് കുറച്ച് ലോങ്ങർ ആയിരുന്നു, പക്ഷെ വർത്ത് ഇറ്റ്. ഫണി തിങ് ഈസ്, ലൈഫിലും ചിലപ്പോൾ നമ്മൾ അങ്ങനെയാണ്. എല്ലാവരും പോകുന്ന വഴി ഉണ്ടാകും, പക്ഷെ ചിലപ്പോൾ സ്വന്തം വഴി എടുത്താൽ കിട്ടുന്ന വ്യൂസ് വേറെ ലെവലാണ്. ആ റൈഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി നമ്മൾ എല്ലായ്പ്പോഴും ഡെസ്റ്റിനേഷനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, പക്ഷെ ചിലപ്പോൾ റോഡാണ് മെയിൻ ക്യാരക്ടർ. ആൻഡ് ദിസ് റോഡ് വാസ് ഡെഫിനറ്റ്ലി വർത്ത് ടേക്കിംഗ്. Peaceful and so silent. Wow. ഈ സമയം റൈഡിന്റെ റിയൽ പാർട്ട് തുടങ്ങി. ബോഡി ടയേർഡാണ്, ലെഗ്സ് ടയേർഡാണ്, പക്ഷെ സംഭവം മൈൻഡ് വളരെ ലൈറ്റ് ആണ്. ഈ സമയത്ത് എനിക്ക് പഴയ ഒരു സ്റ്റോറി ഓർമ്മ വന്നു. സ്റ്റോറി ഇങ്ങനെയാണ്: ഒരു ശില്പി ഒരു വലിയ കല്ല് കൊത്തിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ ദിവസവും അതുവഴി പോകുമ്പോൾ കാണും. അദ്ദേഹം അതേ കല്ല് വീണ്ടും വീണ്ടും അടിക്കുകയാണ്. 1 ദിവസം, 2 ദിവസം, 10 ദിവസം, 100 ദിവസം, പക്ഷെ കല്ലിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇത്രയും ദിവസമായി ചെയ്യുന്നു, ഒന്നും മാറുന്നില്ലല്ലോ. ശില്പി ചിരിച്ചു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അല്പസമയത്തിന് ശേഷം വീണ്ടും കല്ലിലടിച്ചു. ഈ തവണ കല്ല് 2ആയി പൊട്ടി. അതുകൊണ്ട് ആളുകൾ വിചാരിച്ചു അവസാനത്തെ അടിയിലാണ് കല്ല് പൊട്ടിച്ചതെന്ന്. പക്ഷെ സത്യം അതല്ല. അതിനു മുമ്പുള്ള എല്ലാ അടികളും ചേർന്നാണ് അത് പൊട്ടിച്ചത്. സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. കാരണം നമ്മൾ ലൈഫിൽ വിസിബിൾ റിസൾട്ട് മാത്രം കാണുന്നു. പ്രൊമോഷൻ കിട്ടുന്നത്, ബിസിനസ് സക്സസ് ആവുന്നത്, മെഡൽ, അച്ചീവ്മെന്റ്സ്. പക്ഷെ ആളുകൾ കാണാത്തത് വർഷങ്ങളായുള്ള സ്മോൾ എഫേർട്സ് ആണ്. ആരും കാണാത്ത വർക്ക്ഔട്ട്സ്, ആരും കാണാത്ത ഫെയിലിയേഴ്സ്, ആരും കാണാത്ത സ്ട്രഗിൾസ്, ആരും കാണാത്ത മോർണിംഗ്സ്. ഈ റൈഡിലും ഓരോ പെഡലും ചെറുതായിരുന്നു. ഒരു പെഡൽ കൊണ്ട് 65 കിലോമീറ്റർ പോകാൻ പറ്റില്ല, പക്ഷെ ആയിരക്കണക്കിന് ചെറിയ പെഡൽസ് ചേർന്നപ്പോൾ അത് പോസിബിൾ ആയി. മേ ബി ലൈഫ് വർക്ക്സ് ദ സെയിം വേ. നമ്മൾ പലപ്പോഴും വലിയ മാറ്റം ഒരു ദിവസം കൊണ്ട് വരണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ പ്രകൃതി അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. മൗണ്ടൻസ് അങ്ങനെ ഉണ്ടാകുന്നില്ല. ഫോറസ്റ്റ് അങ്ങനെ വളരുന്നില്ല. ദ്യുന്തിലപ്പിലെ പോലും അങ്ങനെ രൂപപ്പെട്ടതല്ല. ഒരുപക്ഷെ പേഷ്യൻസ് എന്നത് വെയിറ്റിംഗ് അല്ല, റിസൾട്ട് കാണാത്തപ്പോഴും എഫേർട്ട് തുടരുന്നതാണ്. ആൻഡ് മേ ബി ദാറ്റ്സ് എ റിയൽ ലെസൺ ഓഫ് ലോങ് റൈഡ്സ്. Are you guys enjoying the trip? ട്രാവൽ ചെയ്യുക, നമ്മൾ പറ്റുന്നിടത്തോളം ട്രാവൽ ചെയ്യുക. ദാറ്റ്സ് ടു ഇമ്പോർട്ടൻറ്റ്. സ്റ്റക്കായിപ്പോ മനുഷ്യർ എവിടെയെങ്കിലും സ്റ്റക്കായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ പാടാണ് കയറി വരാൻ. സോ തിങ്ക് അബൌട്ട് ദാറ്റ്. യെസ്, ആൻഡ് ഫൈനലി നമ്മൾ ഏകദേശം അടുത്തെത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ട് കാണാൻ പറ്റും. ഇറ്റ് വാസന്റ് ദാറ്റ് ഈസി, ബട്ട് സ്റ്റിൽ വർത്ത് ഇറ്റ്. നമ്മൾ അവസാനം സ്ഥലത്തെത്തി, ഡെസ്റ്റിനേഷൻ റീച്ച്ഡ്. പക്ഷേ ഒരു പണി കിട്ടി. ഇവിടുത്തെ സൈക്കിള് ലോക്ക് ചെയ്യുന്നത് ഈ സാധനത്തിലാണ്, പക്ഷെ എൻ്റെ ഇരിക്കുന്ന ലോക്ക് ഇതിൻ്റെ അകത്ത് കയറില്ല. സോ ഐ വാസ് തിങ്കിങ് ടു ഡു ദിസ് വിത്ത് എ ട്രീ. അവസാനം ഡ്യൂണിന്റെ ഭാഗത്തേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് ഇവിടുത്തെ സൈലൻസ് ആണ്. അത്രയും ആളുകൾ ഉണ്ടെങ്കിലും ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ. ചുറ്റും മണൽ മാത്രം. ദൂരെയായി കടൽ കാണാം. ഇടയ്ക്ക് ആളുകൾ നടക്കുന്നു, ചിലർ ഫോട്ടോ എടുക്കുന്നു, ചിലർ ജസ്റ്റ് ഇരുന്ന് വ്യൂ എൻജോയ് ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ ഫ്രാൻസിലാണെന്ന് പോലും ചിലപ്പോൾ മറന്നു പോകും, കാരണം ലാൻഡ്സ്കേപ്പ് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഫോറസ്റ്റ് കഴിഞ്ഞ് സഡൻലി ഇത്ര വലിയ സാൻഡ് ഡ്യൂൺ കാണുന്നത് ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ആണ്. ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും മണലിൽ താന്നു പോകും, പക്ഷെ അതാണ് ഫൺ. കുറച്ച് ക്ലൈംബ് ചെയ്തപ്പോൾ പിന്നിലേക്ക് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് എത്ര മാസീവ് ആണെന്ന്. ഒരു വശത്ത് എൻലെസ്
ഫോറസ്റ്റ്, മറ്റൊരു വശത്ത് അറ്റ്ലാന്റിക് ഓഷൻ, ഇടയിൽ ഒരു ജൈന്റ് ഡ്യൂൺ. ക്യാമറയിൽ കാണുന്നതിനേക്കാൾ റിയൽ ലൈഫിൽ പല മടങ്ങ് ഇംപ്രസീവ് ആണ്. ഇവിടെ ആളുകൾ ഹൈക്കിംഗ് ചെയ്യാൻ വരും, സൺസെറ്റ് കാണാൻ വരും, പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ വരും, ഫോട്ടോഗ്രാഫി ചെയ്യാൻ വരും. പക്ഷേ ഹോണസ്റ്റ്ലി ഒന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കാനും പറ്റും. വ്യൂ മാത്രം നോക്കി കാറ്റ് എൻജോയ് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങി. ഞാനും കുറച്ചു സമയം ഇവിടെ എൻജോയ് ചെയ്ത് തിരികെ പോകും. ജസ്റ്റ് ഫോർ നൗ, ജസ്റ്റ് മീ, ദ ഓഷൻ ആൻഡ് എ റിയലി ഗുഡ് ഡേ. See you in the next vlog.